അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ പെഡഗോഗിയുടെ ഭാഗത്തു നിന്നും തേർഡ് യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. രണ്ട് ചോദ്യങ്ങളിൽ ഒന്നാമതായിട്ട് ചോദിക്കുന്നത് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ്. ലെവൽസ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ടീച്ചിങ് എന്നുള്ള ചോദ്യമാണ് ഒന്നാമതായിട്ട് ചോദിക്കുന്നത്. അത് വ്യത്യസ്ത രീതിയിൽ ചോദിച്ചു കാണുന്നുണ്ട്. അതായത് ഹെർബാഷൻ ലെവൽസ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ്, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്താണ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ മെമ്മറി ലെവൽസ് ഓഫ് ടീച്ചിങ് എന്താണ്, മെമ്മറി ലെവൽസ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ്, അതേപോലെ തന്നെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇങ്ങനെ 3 ലെവലുകളാണ് ഉള്ളത്. ആ ലെവൽസിനെ സെപ്പറേറ്റ് എടുത്തുകൊണ്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഇവ മൂന്നും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന രീതിയിൽ ചോദിക്കാം. അതും അല്ലെങ്കിൽ മെമ്മറി ലെവൽസ് ഓഫ് ടീച്ചിങ് ചോദിച്ചാലും ഈ ഒരു 3 ലെവൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ ആൻസർ എക്സ്പ്ലനേഷൻ തരുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടി ക്ലിയർ ആവും. പിന്നെ രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ ആണ്. അത് ലെസൺ പ്ലാനിൽ മോഡൽ ലെസൺ പ്ലാനും നമ്മളോട് ചോദിക്കാം. അതല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ പ്രിപ്പയറിംഗ് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ചോദിക്കാം. അതുമല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റെപ്സും ചോദിക്കാം. ഒരു ലെസൺ എടുക്കുന്ന സമയത്ത് ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സ് ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് രണ്ടും ചോദിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഹെർബാഷൻ സ്റ്റെപ്സ് ആണ് ചോദിക്കുന്നത്. ഹെർബാഷൻ സ്റ്റെപ്സ് രണ്ട് സ്റ്റെപ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സും ഉണ്ട്, രണ്ട് ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സും ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്റ്റെപ്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അഥവാ സ്റ്റെപ്സ് ഇൻ ഹെർബാഷൻ സ്റ്റെപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ രണ്ടും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു തേർഡ് യൂണിറ്റിൽ നിങ്ങൾക്ക് പെഡഗോഗി സബ്ജക്റ്റിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്, ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവ മാത്രം നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഇവയെ ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ സ്റ്റെപ്സ് ചോദിച്ചു. പിന്നെ ലാസ്റ്റിൽ ചോദിക്കുന്നത് മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ്. അത് 9ാം ക്ലാസ്സിലെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനോ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് ചോദിക്കുക. അത് നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവേണം ആ ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യുക. പക്ഷെ അതിന്റെ മോഡൽ എല്ലാം സെയിം തന്നെയായിരിക്കും. എല്ലാ സബ്ജക്റ്റിലുള്ള പെഡഗോഗിലുള്ള കുട്ടികളും സെയിം മോഡൽ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ സബ്ജക്ട് കണ്ടന്റ് മാത്രം ചേഞ്ച് ആവുന്നു എന്ന് മാത്രം. അതേപോലെ തന്നെ ഹെർബാഷൻ സ്റ്റെപ്സും എല്ലാ പെഡഗോഗി സബ്ജക്റ്റിലുള്ള കുട്ടികളും ഒരേ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്ങും ഒരേ മോഡൽ തന്നെയാണ് എഴുതേണ്ടത്. എല്ലാവരും ഒരുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അതിൽ പ്രത്യേകിച്ച് കമ്പാരിസണോ മാറ്റങ്ങളൊന്നുമില്ല. മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസിനും ആൻസർ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്ത വീഡിയോകളായിരിക്കും, പക്ഷെ ഈ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി നോക്കാം. ലെവൽസ് ഓഫ് ടീച്ചിങ് മോഡലാണ്. അതിനെ ഓർഗനൈസിങ് ടീച്ചിങ് എന്നുള്ള രീതിയിലും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെവൽസ് ഓഫ് ടീച്ചിങ് മോഡലിനെ 3 ലെവലുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് മെമ്മറി ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്, 2 അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, 3 റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പോൾ നമ്മൾ ടീച്ചിങ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മെമ്മറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മെമ്മറൈസ് ചെയ്യാൻ കഴിയണം, ഫാക്ടുകൾ ഓർത്തു വെക്കാൻ കഴിയണം, ഇക്വേഷൻസ് ഓർത്തു വെക്കാൻ കഴിയണം. അപ്പോൾ ആ ലെവലാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് മുകളിലുള്ള ലെവലാണ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതിനെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പഠിക്കണം. ഓർത്തു വെച്ച കാര്യങ്ങൾ അത് കോംപ്രിഹെൻഷൻ നടത്താൻ പറ്റണം. കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കഴിയണം. അതിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് മെമ്മറൈസ് ചെയ്ത കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ കൂടി ശ്രമിക്കുന്ന ലെവലിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ലെവൽ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് പറയുന്നത്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ച് മനസ്സിലാക്കിയ കാര്യത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടേ ഉപയോഗിക്കുക വഴി അതിന് റിഫ്ലക്റ്റീവ് ഉണ്ടാവണം. റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാൻ കഴിയണം, ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം, അതേപോലെ തന്നെ അതിനെ കമ്പയർ ചെയ്യാൻ കഴിയണം, അതിനെ റാഷണലൈസ് ചെയ്യാൻ കഴിയണം. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ഉപയോഗിക്കത്തക്ക രീതിയിലേക്കുള്ള പഠനത്തെയാണ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെമ്മറൈസിങ് നടത്തി, അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഫാക്ടുകളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു റോട്ട് ലേണിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. രണ്ടാമത് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം. നമുക്ക് മനസ്സിലാക്കിയ കാര്യത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ പക്ഷേ അതിൽ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് അവിടെ അക്വയർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ നോളജ് അക്വയർ ചെയ്തുകൊണ്ട് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ അറിവിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി എടുക്കുന്ന ലെവലിനെയാണ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് വ്യക്തികൾ
കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹെർബാഷ്യൻ ലെവലാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. മോറിസൺസ് ടീച്ചിങ് ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. ബീഗെ ആൻഡ് ഹണ്ട് ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. ഈ മൂന്നിനെയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അത് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഹെർബാഷ്യൻ ലെവൽ ഓഫ് ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയണം, ദ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് മോഡൽ ഓൾസോ നോൺ ആസ് ലെവൽസ് ഓഫ് ടീച്ചിങ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ എഫ് ഹെർബാർട്ട്, a German philosopher and educator. This model categorizes teaching into 3 levels based on the cognitive process involved എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് പ്രോസസ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് 3 ലെവലായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ 3 ലെവൽ തന്നെയാണ് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ളതും. ഇത് തന്നെയാണ് ഈ 3 ലെവൽ എന്ന് പറയുന്നതും ഓർഗനൈസിംഗ് ടീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ചോദിക്കുന്ന ചോദ്യം മെമ്മറി ലെവൽസ് ഓഫ് ടീച്ചിങ് ചോദിച്ചാലും നിങ്ങൾക്ക് 3 ലെവൽസും എഴുതി വെച്ചുകൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. കാരണം എന്താണ്? അത് ഇവിടെ ഇതാണ് പറയുന്നത്. ഹെർബാഷ്യൻ ലെവലിനെ തന്നെയാണ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെമ്മറി ലെവലിനെ തന്നെയാണ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഏതിന്റെ ബേസിൽ? കോഗ്നിറ്റീവ് പ്രോസസ് ഇൻവോൾവ് ചെയ്തതിന്റെ ബേസിസ്. കോഗ്നിറ്റീവ് പ്രോസസ് എങ്ങനെയാണ് അതിൽ ഇൻവോൾവ് ചെയ്തത്? അതൊരു സ്റ്റേജ് ആണ്. ഒന്ന് കഴിഞ്ഞെങ്കിലേ മറ്റൊന്നിലേക്ക് പോകുള്ളൂ, അത് കഴിഞ്ഞെങ്കിലേ മറ്റൊന്നിലേക്ക് പോകുള്ളൂ. അത് ഏറ്റവും ലോ ലെവലിലുള്ള സ്റ്റേജ് ആണ് മെമ്മറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ലെവൽ കംപ്ലീറ്റ് ചെയ്തെങ്കിലേ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് ഉയരുകയുള്ളൂ കുട്ടികൾ. ആ ലെവലും കൂടി കംപ്ലീറ്റ് ചെയ്തെങ്കിലേ റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് കുട്ടികൾ ഉയരുള്ളൂ. അതുകൊണ്ടാണ് ലെവൽസ് ഓഫ് ടീച്ചിങ് 3 ലെവലുകൾ ഉണ്ടെന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ഈ 3 ലെവലുകളും ഹെർബാഷ്യൻ ലെവലും മോറിസൺസ് ടീച്ചിങ് ലെവലും അതേപോലെ തന്നെ ബീഗെ ഹണ്ട് ലെവലും. അതിന് ഓരോന്നിനും 3 പേരുകളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് ഇവയൊക്കെ? മെമ്മറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ റോട്ട് മെമ്മറൈസേഷൻ ആൻഡ് റീകോൾ ഓഫ് ഫാക്ട്സ്, ഫോർമുലാസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇവിടെ മെമ്മറി ലെവലിൽ എന്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? റോട്ട് മെമ്മറൈസേഷൻ ആണ്. അതായത് ബൈഹാർട്ട് ചെയ്യുകയാണ് ഇവിടുത്തെ സ്റ്റേജിൽ നടക്കുന്നത്. അതിനെ ഫാക്ടുകളെ റീകോൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ ഫോർമുലാസിനെ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് അതിനെ റീകോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മെമ്മറി ലെവൽ എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കുക, ഫോർമുല ബൈഹാർട്ട് ചെയ്യുക, ഫാക്ട്സ് ഓർത്ത് വെക്കുക, റീകോൾ ചെയ്യുക, ഫാക്ട്സിനെ റീകോൾ ചെയ്യുക, മെമ്മറൈസേഷൻ നടത്തുക. ഇതിനെയാണ് എന്ന് പറയുന്നത് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു പ്രൊസീജിയർ ഇൻഫർമേഷൻ വിത്തൗട്ട് നെസസറിലി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് മീനിങ് ഓർ കോണ്ടെക്സ്റ്റ്. അത് എന്തിനു അറിഞ്ഞു വെക്കണം, എന്തിനു മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചൊന്നും കുട്ടികൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് ഓർത്തു വെക്കണം എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളിവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുൻപേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെസൺ പ്ലാനിന്റെ പ്രോസസ്സ് മനസ്സിലാക്കി വെക്കുന്നു, എങ്ങനെ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നു, ആ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് മനസ്സിലാക്കി വെക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇത് മെമ്മറി ലെവൽ മാത്രമാണ് ഉണ്ടാവുന്നത്. എന്നാൽ പ്രാക്ടീസിന് നിങ്ങൾ പോവുക വഴിയാണ് അത് ഒന്നും കൂടി ഉയർന്ന തലത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് പോകുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് തിരുത്തലുകൾ വരുത്തുമ്പോഴാണ് അത് റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകൾ റൂമിലേക്കൊക്കെ പോകുമ്പോഴാണ് അവിടെ റിഫ്ലക്റ്റീവ് ലെവലൊക്കെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ മെമ്മറി ലെവലാണ്. അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആദ്യമേ പ്രിയർ നോളജ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ പ്രിയർ നോളജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. കൂടുതലായിട്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുക വഴി. അപ്പോൾ രണ്ടാമത്തെ മിഡിൽ ലെവലിലുള്ള ഒരു ലെവലാണെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഇറ്റ് എംഫസിസ് കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു ഗ്രാസ്പ് ദ മീനിങ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. അതിന്റെ മീനിങ് മനസ്സിലാക്കുകയും മാത്രമല്ല അതിന്റെ ബന്ധം മനസ്സിലാക്കി എടുക്കുകയുമാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നടക്കുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ റിഫ്ലക്റ്റീവ് ലെവലിലാണെങ്കിൽ എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇൻഫർമേഷൻ. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ചെയ്യുന്നു, അനലൈസിങ് എൻകറേജ് ചെയ്യുന്നു, ഇവാലുവേഷൻ ഓഫ് ഇൻഫർമേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ നടക്കുന്നത് എന്നതാണ്. സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു അപ്ലൈ വാട്ട് ദേ ഹാവ് ലേൺ ടു ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് തിങ്ക് ക്രിയേറ്റീവ്ലി എന്നുള്ളതാണ്. അപ്പോൾ ഈ റിഫ്ലക്റ്റീവ് ലെവലിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനൊക്കെ കുട്ടികളെ കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ലെവൽസിനെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. അത് മെമ്മറി ലെവൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഹെർബാഷ്യൻ ലെവൽസ് ഓഫ് ടീച്ചിങ് മോഡൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒക്കെ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ്. ഇനി ഇതിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ 3ന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഒരു 3 ഹെഡിങ്ങുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മെമ്മറി ലെവലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് റീകോൾ ആൻഡ് റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. റീകോൾ ആൻഡ് റീപ്രൊഡക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്തിലാണ്? മെമ്മറൈസേഷൻ ആൻഡ് ഡ്രില്ലാണ്. മെമ്മറൈസേഷനിലാണ് ഇതിന് പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ലിമിറ്റഡ് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ലിമിറ്റഡ് ആണ് സ്റ്റുഡൻസിന്റെ എൻഗേജ്മെന്റും അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി.
ക്രിയേറ്റിവിറ്റിയും എൻഗേജ്മെന്റും ഇതിൽ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇങ്ങനെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏതിൽ നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, മെമ്മറി ലെവലിൽ നോട്ട് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എംഫസിസ് ഓൺ എക്സ്പ്ലനേഷൻ ആൻഡ് ഡിസ്കഷൻ. ദ ലാസ്റ്റ് വൺ എൻകറേജസ് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ആൻഡ് ക്വസ്റ്റനിങ്. സ്റ്റുഡൻസിന്റെ എൻഗേജ്മെന്റും ക്വസ്റ്റനിങ്ങിനും ഇതിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ലാസ്റ്റ് റിഫ്ലക്റ്റീവ് ലെവലാണ്. അതിൽ വരുന്ന പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ് ആണ്. ദെൻ എംഫസിസ് ഓൺ അപ്ലിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ്. ദെൻ എൻകറേജസ് സ്റ്റുഡൻസ് ഓട്ടോണമി ആൻഡ് ക്രിയേറ്റിവിറ്റി. കുട്ടികളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഏത് ലെവലിൽ? റിഫ്ലക്റ്റീവ് ലെവലിൽ. അപ്പോൾ ഈ ഒരു 3 ലെവൽസ് ഓഫ് ടീച്ചിങ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഈ ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 3 ലെവൽസ് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ലെസൺ പ്ലാനിന്റെ മോഡൽ പ്രിപ്പയർ ചെയ്യാനാണ്. അതുമല്ലെങ്കിൽ ഹെർബാഷൻ സ്റ്റെപ്സുകൾ, 2 തരത്തിലുള്ള ഹെർബാഷൻ സ്റ്റെപ്സുകൾ നമ്മളിവിടെ നോട്ട് ചെയ്യണം. അതിൽ ഒന്ന് ടീച്ചിങ് നടത്തുമ്പോഴുള്ള സ്റ്റെപ്സ്, രണ്ടാമത്തെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ്, അവസാനമാണ് മോഡൽ ലെസൺ പ്ലാൻ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.